ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ യു ഇൻപുട്ട് എ സ്റ്റേറ്റ്മെന്റ് ഇൻ ജാവ. നമ്മൾ ജാവയിൽ എങ്ങനെയാണ് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻപുട്ട് ബൈ യൂസിങ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. പല മെത്തേഡ്സ് ഉണ്ട്. സ്കാനർ ക്ലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ യൂസറുടെ കയ്യിൽ നിന്നും ഇൻപുട്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് യൂസ് ചെയ്തിട്ട് ഇൻപുട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്ന ഹൗ ക്യാൻ യു ഇൻസേർട്ട് ഡാറ്റ ഓർ ഇൻപുട്ട് ഡാറ്റ ബൈ യൂസിങ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്. ഓക്കെ, അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ലുക്ക് ഇറ്റ് ഓൺ ദ ബോർഡ്. In the case of a computer operation, data processing is very important. That all we know. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൽ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻ നമ്മൾ നടക്കുന്നത്? അതിന് നമ്മൾ സാധാരണ പറയുന്നത് IPO സൈക്കിൾ എന്നാണ്. വാട്ട് ഈസ് മീൻ ബൈ IPO സൈക്കിൾ? ലുക്ക് ഇറ്റ് ഓൺ ദ ബോർഡ്. ഓക്കെ, IPO ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യും, എന്നിട്ട് അത് കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യും. പിന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അതല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ പ്രിൻ്ററിൽ കൂടെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്കറിയാം, എന്തെങ്കിലും ലിസൺ ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മൾക്ക് കേൾക്കാനുള്ളതാണെങ്കിൽ അതിൻ്റെ അതുപോലെയുള്ള ഡിവൈസസ് വെച്ചിട്ട് സ്പീക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ മോണിറ്ററിൽ കൂടെ ഡിസ്പ്ലേ ചെയ്യാൻ പല ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുക എന്നതാണ്, അല്ലേ? അപ്പം ഇൻപുട്ട് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ നമ്മൾ പലവിധ ലാംഗ്വേജുകൾ യൂസ് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്യും. നമ്മളിപ്പോൾ പഠിക്കുന്ന ലാംഗ്വേജിൻ്റെ പേര് ജാവ എന്നാണ്. ഈ ജാവയിൽ നമ്മളിത് പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യും. അപ്പം ജാവയിൽ പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് കമ്പ്യൂട്ടറിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ് ഉണ്ട്. ജാവയിൽ 2 മെത്തേഡ്സ് ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു യൂസറുടെ കയ്യിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് അത് കമ്പ്യൂട്ടറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അത് ഇൻ്റർപ്രെറ്ററോ കമ്പൈലറോ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് ബൈറ്റ് കോഡാക്കും. വീണ്ടും നമുക്കത് കൺവേർട്ട് ചെയ്ത് ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് റിസൾട്ട് ഔട്ട്പുട്ട് ആകും. ഓക്കെ, അങ്ങനെയാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 മെത്തേഡ്സ് ആണ്. നമുക്ക് സ്കാനർ ക്ലാസ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യാം, ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് യൂസ് ചെയ്തിട്ട് വാല്യൂസ് യൂസറുടെ കയ്യിൽ നിന്നും കമ്പ്യൂട്ടറിന് പാസ് ചെയ്യുന്നത്, ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൗ ക്യാൻ യു റീഡ് ദ വാല്യൂ ഓർ ഹൗ ക്യാൻ യു ഇൻപുട്ട് ദ വാല്യൂസ് ഫ്രം ദ യൂസർ യൂസിങ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്. അതാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് മെത്തേഡ്, നമ്മളിന്ന് പഠിക്കുന്ന മെത്തേഡ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മൾ പാക്കേജസ് ഉണ്ടെന്ന് പഠിച്ചു. അപ്പം എൻ്റെ നേരത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കാണും. എന്താണ് പാക്കേജ് നമ്മൾ പഠിച്ചായിരുന്നു അതിൽ. ഓക്കെ, പാക്കേജ് എന്ന് പറഞ്ഞാൽ കുറേ റിലേറ്റഡ് ക്ലാസ്സസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പാക്കേജസ് എന്ന് പറയുന്നത്. ഈ പാക്കേജസിലാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ തന്നെ സിസ്റ്റം ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അണ്ടറിലാണ് സിസ്റ്റം ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ അണ്ടറിലാണ് നമുക്ക് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്സും ബഫേർഡ് റീഡർ ക്ലാസ്സും കിട്ടുന്നത്. ബഫേർഡ് റീഡർ ക്ലാസ് നിങ്ങൾ എപ്പോഴും എഴുതുമ്പോഴും ശ്രദ്ധിക്കുക. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന വേർഡ്സിൽ ചില ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ആണ്. അപ്പം നമ്മൾ അത് തന്നെ യൂസ് ചെയ്യണം. ജാവ ഈസ് കേസ് സെൻസിറ്റീവ്. അപ്പം ഈ ലെറ്റേഴ്സ് തന്നെ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എറേഴ്സ് സംഭവിക്കും. അതുകൊണ്ട് ഈ സിസ്റ്റം എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഡോട്ട് ഇന്നും ഉണ്ട്, സിസ്റ്റം ഡോട്ട് ഔട്ടും ഉണ്ട് സബ് പാർട്ടുകൾ. അതിൽ ഇൻപുട്ട് ചെയ്യാൻ, അതായത് വാല്യൂസ് റീഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഇൻപുട്ട് പ്രോസസ്സ് എന്ന് പറയും. ഔട്ട്പുട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂസ് കിട്ടുന്ന പ്രോസസ്സ്, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. ഈ ഇൻപുട്ട് പ്രോസസ്സും സിസ്റ്റം ഡോട്ട് ഇൻ ക്ലാസിൻ്റെ സബ് ക്ലാസ്സസ് ആണ് ഇൻപുട്ട് സ്ട്രീം റീഡർ ബഫർ റീഡർ ക്ലാസ്. ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കീബോർഡിൽ നിന്ന് വാല്യൂസ് ഏത് ടൈപ്പ് ഡാറ്റ ആയാലും ആ വാല്യൂസിനെ സ്ട്രിംഗ് ആയിട്ട് റീഡ് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്. എന്നിട്ട് നമ്മളതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ഏത് ടൈപ്പ് ഡാറ്റ ആയാലും ഹൈ ലെവൽ ലാംഗ്വേജിൽ റീഡ് ചെയ്തെടുത്തിട്ട് അത്
ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് കമ്പൈലർ ചെയ്തോളും. ഓക്കെ, ആ ഒരു പ്രോസസ്സിന് യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്. ഇനി ബഫർ റീഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ്, ടെമ്പററി സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ബഫർ റീഡർ ക്ലാസ്. അതായത് നമ്മൾക്ക് ഈ ഡാറ്റ റീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ആണ് ഈ ബഫർ റീഡർ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു ഇൻപുട്ട് സ്ട്രീം ഒരു വാല്യൂ റീഡ് ചെയ്തെടുത്ത് കമ്പ്യൂട്ടറിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ രണ്ട് ക്ലാസ്സിൻ്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. ഇനി അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണും. നമുക്കറിയാം, നമുക്ക് പല ടൈപ്പ് ഡാറ്റയുണ്ട് അല്ലേ. നമ്പർ ഡാറ്റയുണ്ട്, ടെക്സ്റ്റ് ഡാറ്റയുണ്ട്, ട്രൂ ഫോൾസ് ടൈപ്പ് ഉണ്ട്, ക്യാരക്ടർ ടൈപ്പ് ഡാറ്റയുണ്ട്. അതിൽ നമ്പർ ഡാറ്റയിൽ നമ്മൾ എയ്റ്റ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, പിന്നെ ലോങ്, ഇത്തരം ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ ഹോൾ നമ്പേഴ്സ്, അതായത് സാധാരണ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ് ബൈറ്റ്, ഷോർട്ട്, ലോങ്, ഇൻറ്റ്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റും ലോങ്ങും ആണ്. കാരണം ഷോർട്ടും ബൈറ്റും കുറച്ച് മെമ്മറി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇൻറ്റ് അല്ലെങ്കിൽ ലോങ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻറ്റിൽ നമുക്ക് 4 ബൈറ്റ് മെമ്മറിയും കിട്ടും, ലോങ്ങിൽ നമുക്ക് 8 ബൈറ്റ് മെമ്മറിയും കിട്ടും. പിന്നെ വന്നിട്ട് റിയൽ നമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് ആണ് ഫ്ലോട്ടും ഡബിളും. ഫ്ലോട്ടിൽ 4 ബൈറ്റ് മെമ്മറിയും ഡബിളിൽ 8 ബൈറ്റ് മെമ്മറി. പിന്നെ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ക്യാരക്ടർ ടൈപ്പ് വേരിയബിൾസ് ആണ്, ലെറ്റേഴ്സ് മാത്രമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലെറ്റർ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ് ക്യാർ എന്നുള്ളത്. 2 ബൈറ്റ് മെമ്മറിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് അല്ല, സ്ട്രിംഗ് ടൈപ്പിൽ നമ്മൾ സെൻറ്റൻസോ വേർഡൊക്കെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്പാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ ബുളിയനൊക്കെ ഉണ്ട് നമുക്ക്, പക്ഷെ നമ്മൾ മെയിനായിട്ട് ഇത്രയും ഡേറ്റ ടൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് വെച്ചിട്ട് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ട്രിംഗ് ആയിട്ടായിരിക്കും. നമ്മൾ ഓരോ ഡേറ്റ ടൈപ്പിലേക്കും അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു ഇൻറ്റ് വാല്യൂയിലേക്കാണ് നമുക്ക് ഈ വാല്യൂ നമ്മൾ റീഡ് ചെയ്യാനായിട്ട് സാധാരണ സ്ട്രിംഗ് ആയിട്ട് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് BR. BR എന്ന് പറഞ്ഞാൽ നമ്മളൊരു, ഞാൻ കാണിച്ചു തരാം നിങ്ങളെ, ഒരു ഒബ്ജക്റ്റ് ആണ്. ബഫർ റീഡറിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിന് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം, മാരുതി, ഓൾട്ടോ. അതേപോലെ ബഫർ റീഡർ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ എന്ത് വാല്യൂസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ബഫർ റീഡർ ക്ലാസ്സിലേക്ക് സ്റ്റോർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ BR എന്നാണ് ഇവിടെ പേര് കൊടുക്കുന്നത് ബഫർ റീഡർ ഒബ്ജക്റ്റിന്. അതിലേക്ക് ഏതൊരു വാല്യൂവിനെ റീഡ് ചെയ്യാനായിട്ട് സ്ട്രിംഗ് ആയിട്ട് റീഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് റീഡ് ലൈൻ. READLIN. ഇവിടെ L ക്യാപിറ്റലാണ്, ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രിംഗ് വേരിയബിളിനെ റീഡ് ചെയ്യുന്നത്. ഇനി സ്ട്രിംഗ് ആയിട്ട് എല്ലാ വേരിയബിൾസിനെ നമ്മൾ ആദ്യം റീഡ് ചെയ്യും. എന്നിട്ട് ഏത് ടൈപ്പിലേക്കാണോ മാറ്റേണ്ടത് അതിലേക്ക് കൺവേർട്ട് ചെയ്യും. നമുക്കൊരു ഇൻറ്റീജർ ടൈപ്പിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുക്കുക വേരിയബിളിന്. ഇൻറ്റീജർ എന്ന് പറഞ്ഞ ക്ലാസ്സിലെ പാഴ്സിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഇൻറ്റീജർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പഠിച്ചിരിക്കുക ഇൻറ്റീജർ ഡോട്ട് പാഴ്സിൻ്റ്. ഇവിടെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് എഴുതാം. കേസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രാക്കറ്റിൽ PR കൊടുക്കുന്നത്, അതായത് നമ്മൾ റീഡ് ചെയ്തിട്ട് ഈ സ്ട്രിംഗ് വാല്യൂവിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യും പാഴ്സിൻ്റ് യൂസ് ചെയ്തിട്ട്. ഇനി നമുക്കൊരു ഫ്ലോട്ട് വാല്യൂയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുക ഫ്ലോട്ട് ഡോട്ട് പാഴ്സ് ഫ്ലോട്ട് BR ഡോട്ട് റീഡ്. ഓക്കെ, ഇതൊരു ലോങ് ടൈപ്പിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് ലോങ് ഡോട്ട് പാഴ്സ് ലോങ് ഓഫ് BR ഡോട്ട് റീഡ് ലൈൻ. നെക്സ്റ്റ് ഒരു ഡബിൾ ടൈപ്പിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ഡബിൾ ഡോട്ട് പാഴ്സ് ഡബിൾ ഓഫ് BR ഡോട്ട് റീഡ് ലൈൻ. ഇങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇനി എഴുതേണ്ടത് ഇനി നെക്സ്റ്റ് ക്യാരക്ടർ വാല്യൂസ് ആണ് റീഡ് ചെയ്യുന്നത്. നിങ്ങൾ ബ്രാക്കറ്റിൽ ഇങ്ങനെ ക്യാരറ്റ് കൊടുക്കുക, എന്നിട്ട് BR പേര് ഒബ്ജക്റ്റിന്റെ പേര് തന്നെ. റീഡ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. റീഡ് ലൈൻ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഇൻറ്റീജർ വാല്യൂവിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റീജർ ഡോട്ട് പാഴ്സിൻ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ഡോട്ട് പാഴ്സ് ഫ്ലോട്ട്, ഡബിൾ ആണെങ്കിൽ ഡബിൾ ഡോട്ട് പാഴ്സ് ഡബിൾ, ലോങ് ആണെങ്കിൽ ലോങ് ഡോട്ട് പാഴ്സ് ലോങ്. ഓക്കെ, ഇത്തരം ഫംഗ്ഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ വഴിയെ മനസ്സിലാവും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ എന്നാണ്. നമുക്കറിയാം ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള, സ്ക്വയറിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ യൂസറുടെ കയ്യിൽ നിന്ന് സൈഡ് റീഡ് ചെയ്തെടുക്കണം.
എന്നിട്ട് നമ്മൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ കൊടുക്കും, അത് പ്രിന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് തന്നെ റീഡിങ് പ്രോസസ്സ്, ഇൻപുട്ട്, എന്നിട്ട് പ്രോസസ്സ് ചെയ്യും, ഡേറ്റ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യും, എന്നിട്ടത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഈ 3 പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് യൂസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് IO എന്ന് പറഞ്ഞ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാനുള്ള കീവേഡാണ് ഇമ്പോർട്ട് java.io.star. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സും, നമുക്ക് പർട്ടിക്കുലർ ക്ലാസ് പറഞ്ഞു കൊടുക്കേണ്ട, സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് സെമിക്കോളൻ കൊടുത്താൽ മതി. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പ്രോഗ്രാം ബഫർ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ യു മസ്റ്റ് ഇൻക്ലൂഡ് ദിസ് പാക്കേജ്, മറക്കരുതാലും. ഇനി ക്ലാസ് നമുക്കൊരു പേര് കൊടുക്കണം. നമുക്കറിയാം എപ്പോഴും നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ കീവേഡാണ്, ക്ലാസ് എന്ന് കൊടുക്കും നമ്മൾ. എന്നിട്ട് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു ഞാനിവിടെ. അപ്പോൾ റിലേറ്റഡ് നെയിംസ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. മെസ്സി, റൊണാൾഡോ എന്നൊക്കെ കൊടുക്കരുത്, നിങ്ങൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പ്രോഗ്രാമിനനുസരിച്ച് പേര് കൊടുക്കാം. ഓക്കെ, അതുപോലെ എങ്ങനെയാണ് ഈ പ്രോഗ്രാം ബ്ലൂ ജെയിൽ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ഈ പ്രോഗ്രാം റൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് ബ്ലൂ ജെയിൽ ടൈപ്പ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുക, അതിനുശേഷം റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഓപ്പൺ ദ കേർലി ബ്രാക്കറ്റ്. ക്ലാസ് നമ്മളൊരു ഓപ്പൺ കേർലി ബ്രാക്കറ്റ് കൊടുത്തു. ഇനി ക്ലാസ്സിൽ നമ്മളെപ്പോഴും ഫംഗ്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബഫേർഡ് എഡിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് ഞാൻ ഇവിടെ പബ്ലിക് എന്ന് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 3 ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, പ്രൊട്ടക്ട് ഉണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. പബ്ലിക് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വോയിഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് എന്നാണ് പറയുന്നത്. ഇതൊരു കീവേഡ് ആണ്. അപ്പോൾ നമുക്കൊന്നും റിട്ടേൺ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വോയിഡ് യൂസ് ചെയ്യാം. മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ പേര്, ബ്രാക്കറ്റ് കൊടുക്കാം, സ്പേസ് ഒന്നും ഇല്ലാത്ത ഇതിൻ്റെ ഇടയ്ക്ക് ബ്രാക്കറ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ത്രോസ് IO എക്സെപ്ഷൻ എഴുതിയിട്ടുണ്ട്. ഈ IO എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ കണ്ടീഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ബഫേർഡ് എഡിറ്റർ, ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലെന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ, എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക സിൻടാക്സ് ഈ എക്സെപ്ഷൻസിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കമ്പൈലർക്ക് അവിടെ പോയിട്ട് മിസ്മാച്ച് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കറക്റ്റ് ചെയ്ത് അതിന് എറേഴ്സിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സെപ്ഷൻസ്, അബ്നോർമൽ കണ്ടീഷൻസ് ഹാൻഡിൽ ചെയ്യാനാണ് എക്സെപ്ഷൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ്റെ എക്സെപ്ഷൻസ് IO എക്സെപ്ഷൻ എന്നുണ്ടെങ്കിൽ അത് കിട്ടാനാണ് നമ്മൾ ത്രോസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. ത്രോസ് IO എക്സെപ്ഷൻ എപ്പോഴും നമ്മൾ ബഫേർഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം, മസ്റ്റായിട്ട് മറക്കരുത് നിങ്ങളത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ എഴുതാം. ഇനി ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, അത് ക്ലാസിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പിന്നെ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക, കൂടാതെ ബഫേർഡ് റീഡർ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചു system.inലെ ഒരു ക്ലാസ് ആണ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്. അപ്പോൾ ഈ system.in എന്നുള്ളതിന്റെ ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ന്യൂ എന്ന് പറഞ്ഞ കീവേഡാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസിന്റെ ഉള്ളിൽ വരുന്ന ബഫേർഡ് റീഡർ ക്ലാസ്, അതിന് നമ്മൾ ന്യൂ എന്ന് ഉപയോഗിച്ചു. അതൊരു പേരിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് ഞാൻ BR എന്നുള്ള പേര് യൂസ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം. ഇവിടെ ബാക്കി എല്ലാ കീവേഡും സെയിം തന്നെ യൂസ് ചെയ്യണം. BR എന്നുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെ ഒബ്ജക്ട് നെയിം ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് BR ആണ്. അപ്പോൾ ബഫേർഡ് റീഡർ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യുക, കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. ബഫേർഡ് റീഡർ BR is equal to ന്യൂ ബഫേർഡ് റീഡർ ക്രിയേറ്റ് ചെയ്തു. അത് എവിടെ നിന്നാണ്? ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ. ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ എന്നാണ് system.in. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക, അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഇനിയുള്ള എല്ലാ പ്രോഗ്രാംസിലും ബഫേർഡ് റീഡർ വെച്ചിട്ട് എല്ലാ പ്രോഗ്രാംസിലും മസ്റ്റായിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് സ്റ്റോറേജ് സ്പേസ് ആണ്, ടെമ്പററി സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കുക. കുറേ പ്രോഗ്രാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് പഠിക്കുക, ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഇനി നമ്മുടെ ജോലി യൂസർക്ക് ഒരു മെസ്സേജ് കൊടുക്കുക, സൈഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് system.out.println സ്റ്റേറ്റ്മെൻറ്റ്, ഡിസ്പ്ലേ ചെയ്യാൻ മെസ്സേജ്. ഇപ്പോൾ ഞാൻ എൻ്റർ ദ സൈഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു, നമുക്കറിയാം മെസ്സേജ് കൊടുക്കാനായിട്ട് നമ്മൾ ഇൻവേർട്ടഡ് കോമ യൂസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് മെസ്സേജുകൾ പാസ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, സെമിക്കോളൻ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും ടെർമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യുന്നത്. ഇനി ആ ഒരു വാല്യൂ യൂസർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ അതൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനാണ് നമ്മളിവിടെ ഇൻറ്റ് സൈഡ് എന്നാണ് ഞങ്ങളുടെ വേരിയബിളിൻ്റെ പേര് കൊടുത്തത്. ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലോട്ടാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലോട്ട് സൈഡ് എന്ന് കൊടുക്കണമായിരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇൻറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനത് BR ഡോട്ട്, അതായത് BR എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ്, ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് ബഫേർഡ് റീഡറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര്. അതിലേക്കാണ് നമ്മൾ റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബഫേർഡ് റീഡറിൽ വന്ന ഈ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ട്രിംഗ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, സ്ട്രിംഗ് ആയിട്ട് റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് റീഡ് ലൈൻ എന്നുള്ള ഫംഗ്ഷൻ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് എപ്പോഴും അറിയാം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഫംഗ്ഷൻ്റെ പേര് ഇൻറ്റീജർ ഡോട്ട് പാഴ്സിംഗ്. ഫ്ലോട്ട് ആയിരുന്നെങ്കിൽ ഫ്ലോട്ട് ഡോട്ട് പാഴ്സ് ഫ്ലോട്ട് എന്നാണ് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ആണിത്. അത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. ഓക്കെ,
ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു വേരിയബിൾ വേണം. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള വേരിയബിളിന്റെ പേര് ഏരിയ, ഡയറക്റ്റ് ടൈപ്പ് ഇൻറ്റ്. നമ്മളെങ്ങനെ ഇക്വേഷൻ പഠിച്ചത്? സൈഡ് ഇൻറ്റു സൈഡ്. ഇൻറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ജാവയിൽ സിമ്പിൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർ ആണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്കത് സ്റ്റോർ ചെയ്ത് കിട്ടി. ഏരിയ സ്റ്റോർ ചെയ്ത് നമ്മുടെ ജോലി എന്താ? അത് പ്രിന്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എല്ലാം കൊടുത്തു. ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തു. അത് പ്രിന്റ് ചെയ്ത് വരും. പിന്നെ അതിന്റെ വാല്യൂ, എൻ്റെ ആൻസർ നമ്മൾ എന്തെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഏരിയ എന്നുള്ള വേരിയബിൾ, അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇൻവേർട്ടഡ് കോമ യൂസ് ചെയ്യരുത്. കാരണം ഏരിയ എന്ന് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് കൊടുത്താൽ ഏരിയ എന്ന് തന്നെ പ്രിന്റ് ചെയ്ത് വരും. ഏരിയയുടെ ഉള്ളിലെ വാല്യൂ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിത്തൗട്ട് ഇൻവേർട്ടഡ് കോമ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു അണ്ടർലൈൻ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ /t/t/t പിന്നെ ഹൈഫൺസ്. അതായത് /t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് എ ടാബ് സ്പേസ്. നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയറിന് എൻ്റെ ആൻസർ കുറച്ച് നീങ്ങിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ എനിക്കൊരു അണ്ടർലൈൻ വേണ്ടെങ്കിൽ അത്ര സ്പേസ് വന്നിട്ട് വേണം ചെയ്യാൻ. ടാബ് സ്പേസ് ആണ് നമുക്കറിയാം, കീബോർഡിൽ നമ്മൾ ടാബ് പ്രസ് ചെയ്യുമ്പോൾ 0.5 ഇഞ്ചസ് ആണ് നമുക്ക് മൂവ് ചെയ്ത് കിട്ടണേ. അപ്പോൾ അത്ര സ്പേസ് നിങ്ങൾ കളക്ട് ചെയ്യുന്ന താഴെ അണ്ടർലൈൻ വരാനാണ് ഞാൻ ഇത്ര ടാബ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോൺ ഇടാം. അത്രേ ഉള്ളൂ പ്രോഗ്രാം. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ക്ലാസ്സിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം, ഹൗ ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ. ഇത് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫംഗ്ഷനും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലായി. ഇനിയുള്ള പ്രോഗ്രാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇതെല്ലാം നമുക്ക് നന്നായി എഴുതാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. എൻ്റെ നേരത്തെയുള്ള വീഡിയോസ് കിട്ടാനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.